ഹലോ ഗൈസ്, നമ്മളിന്ന് ലിസ്റ്റൻസ്റ്റൈൻ ക്ലാം എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ വന്ന മാതിരി തന്നെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള അടുത്തൊരു വാക്കിന് വന്നാണ്. ഇവിടെ സ്റ്റേഴ്സും കാര്യങ്ങളായിട്ട് കുറേ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാട്ടുന്നതാണ്. ഇത് നേരത്തെ തന്നെക്കാളും നല്ലതാണെന്ന് പറയണേ. അപ്പം നോക്കാം. എൻ്റെ പേര് ലിസ്റ്റൻസ്റ്റൈൻ ക്ലം എന്ന് പറഞ്ഞൊരു പേരാണ്. ഞാൻ ആഡ് ചെയ്യാം. പ്രൊനൗൺസിയേഷൻ ഒന്നും നമുക്ക് പറ്റണില്ല. അതൊക്കെ ഒജ്മാതിരി തന്നെ ഈ റോക്കിന്റെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം പോയിട്ട് തന്നെയുള്ള ഇത് തന്നെ. നേരത്തെ സംഭവം തന്നെ കുറച്ചും കൂടി വ്യത്യാസം കാര്യങ്ങളായിട്ട് നൈസാണ്. It's almost same like Germany's Farnaklam. I think ലാസ്റ്റ് 2-3 സ്വിറ്റ്സർലൻഡിൽ പോയിണ്ടായിരുന്നു ഇതുമാതിരി തന്നെ. ഇപ്പോൾ ഓസ്ട്രേലിയ 2 പിന്നെ ജർമ്മനിയിൽ പോയിണ്ടായിരുന്നു. അതിൽ ഏറ്റവും എനിക്കും ജയ്മോൾക്കും ഇഷ്ടമായത് ജർമ്മനിയിലെ പാർണാക്ലാം തന്നെയാണ്. അതാണ് കുറച്ചും കൂടിയും എക്സൈറ്റ്മെൻറ്റും കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ളൊരു ഭംഗിയുള്ളത്. ജയമോള് സൂപ്പറാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കേവ് മാരത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. റോക്കൊക്കെ അവർ ചെത്തി ഷേപ്പാക്കി വെച്ച് നമുക്ക് നടക്കാൻ വേണ്ടിയൊക്കെ ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി അടിപൊളിയാണ്. ഇവിടെ നേരത്തെ കുറച്ചും കൂടി അവർ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടി സേഫ്റ്റി കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്ത്. മറ്റൊരു സേഫ്റ്റി ഇല്ല എന്നല്ല, പക്ഷെ അതിനുള്ള എഡ്ജുകളും കാര്യങ്ങളൊന്നും പോകണില്ല. ഇത് പ്രോപ്പർ എഡ്ജിൽ കൂടെയാണ് നമ്മൾ പോണത് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവർ അതിൻ്റേതായ സേഫ്റ്റിയിൽ നല്ല പ്രിക്കോഷനൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സനാലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് ഇനി പോകാൻ പോണേ. ഇവര് ഫുള്ള് നെറ്റ് അടിച്ച് ആരും ശ്വാസമില്ലാണ്ടിരിക്കാൻ വേണ്ടി. നല്ല ഡീസില് നല്ല ഫോഴ്സിലാണ് വെള്ളം പോണേ. അടിപൊളിയാണ്. ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഫ്രൂട്ട്സ് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി തന്നെ കേട്ടോ. ഇതിൽ കൂടെ എൻട്രി എടുത്ത് ഇപ്പുറത്തെ കൂടെ ഒന്ന് എക്സിറ്റ് അടിക്കും. ഇത് ഓൾമോസ്റ്റ് സെയിം ലൈക്ക് ഫാർണാക്ലാമ്പ് മാതിരി തന്നെ. ഫാർണാക്ലാമ്പ് ഇതുമാതിരി തന്നെയാണ്. ടണലിന്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്ന് നമ്മള് ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരണം. നല്ല ഭംഗിയുള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ. നെറ്റ് കാണാനൊന്നും എനിക്കറിയില്ല വ്യൂ കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണ്. അടുത്ത ടണലിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. ഒരു ലൈറ്റിംഗ് ഒക്കെ അടിയിലും എടുത്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഡൗട്ട് അടിക്കുന്നില്ല. മറ്റോടത്ത് പക്ഷെ ഫാർണാക്ലാമ്പിൽ ലൈറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ വെളിച്ചം കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളന്ന് ഫാർണാക്ലാമ്പ് ജർമ്മനി കാര്യങ്ങൾ സ്വിറ്റ്സർലൻഡ് പോയില് ഇവിടേക്കാണ് പോയിരുന്നത്. 2 year ബാക്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞങ്ങള് ഫാർണാക്ലാമ്പ് പോയിരുന്നത് ജർമ്മനിയിലുള്ള 2 years ബാക്ക് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടോന്ന് നമുക്കറിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആണ്. നല്ല ഭംഗിയുള്ളതാണ്. നമ്മളത് കഴിഞ്ഞ് വന്ന് ടണല് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് എത്തി. ഇനി ഫുൾ സ്റ്റേഴ്സ് കാരണം കുറച്ച് പണിയുണ്ട്. സ്റ്റെപ്സും കാര്യങ്ങളും കയറാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇടിക്ക് വന്നിട്ടേ കയറുള്ളൂ. നല്ല സ്റ്റെപ്സ് മുകളിലേക്കുണ്ട്. അങ്ങനെ ആ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി കഴിഞ്ഞ് വന്ന് പിന്നെ ഇതൊരു സ്പൈറൽ സ്റ്റെയർകേസാണ്. താഴത്തേക്ക് പോകുന്നത്. നല്ല അടിപൊളി സീൻ തന്നെയാണ്.
സ്വന്തമായിട്ട് ഇറങ്ങി ഗോൾഡ് കാണാൻ സ്പൈറല് ആ സ്റ്റെയർ കേസ് ഇറങ്ങി കഴിഞ്ഞിട്ട് വരുന്ന വ്യൂ ആണ്. ഇത് അടിപൊളി തന്നെയാട്ടാ. വന്നില്ലേ മിസ്സായന്നെ. ഞങ്ങള് സ്റ്റെയർ കേസ് ഇറങ്ങി കഴിഞ്ഞപ്പോ വരണ വണ്ടി ഒരു ടെൻഷനിലായിരുന്നു. ഞാൻ നടക്കി കയറണ്ട പിരി. അപ്പൊ അതുകൊണ്ട് അടിപൊളി തന്നെയാണ്. ഇനി ഇവിടെ വാട്ടർഫോളും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. സൂപ്പർ തന്നെയാണ്. ഞങ്ങൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട വന്നു. പാണ്ഡ ക്ലബിനേക്കാളും സൂപ്പർ തന്നെയാണിത്. വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെവി വ്യൂ തന്നെയാണ്. പണ്ടേല് ഇതാണ് സൂപ്പർ. നമ്മളങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ റെസ്റ്റ് എടുത്ത് നമ്മളങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വോക്ക് ചെയ്ത് തന്നെ എന്തായാലും വേർത്തായി. ലാസ്റ്റത്തെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വ്യൂ ആണ് അവിടെ നിന്നുള്ളത്. നല്ല സൂപ്പർ കോച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെ